നമ്മളങ്ങനെ രേണുവിൻ്റെ വീട്ടിലെത്തിയിട്ടോ. നമ്മളിവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. അവളിങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിന് നല്ല തിരക്കില്ല, പാവം ശല്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എടുത്തായിരുന്നു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ വീട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു പ്രോഗ്രാമിന്. എന്താ പറയുക, ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രേണുവിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും അങ്ങനെ ഫാമിലീസും പിന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ്, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. എന്തായാലും കാണാൻ പറ്റിയില്ലെങ്കിലും സുധിച്ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, സന്തോഷമായി. പിന്നെ രേണുവിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളൊരിക്കലും ഒരാളുടെ വീഡിയോസും ഫോട്ടോസും കണ്ട് വിലയിരുത്താതെ ആ ഒരു വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. വീഡിയോസിനും ഫോട്ടോസിനും കാണുന്നതിലും നല്ല ഭംഗിയുണ്ട് രേണുവിനെ കാണാനായിട്ട്. ഒരു ഒത്തിരി പ്രായമൊന്നും പറയത്ത പോലുമില്ല. എന്താ പറയുക, നല്ല ക്യൂട്ടാണ്. പെരുമാറാനും അവൾ അടിപൊളിയാണ്, എല്ലാവരെയും സ്വീകരിക്കാനും ഒക്കെ ആയിട്ടും. അപ്പം എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ.